ഉച്ചയ്ക്ക് ഉണ്ണാൻ കാണുമെന്ന് നിനക്കൊന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? പതിവില്ലാത്തതുകൊണ്ട് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല. ഓ, ഉള്ളത് മതിയമ്മേ. ഒരു മുന്നറിയിപ്പും ഇല്ലാതല്ലേ ഓരോന്നൊക്കെ സംഭവിക്കുന്നത്. സ്റ്റേഷനിൽ ഇരുന്നിട്ടാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല. ആ മാഷോട് ഞാനിപ്പോ എന്താ പറയാ? കിട്ടിയില്ലേ കള്ളനെ? എന്താ? അല്ല, കള്ളനെ കിട്ടിയില്ലേന്ന് ചോദിക്കായിരുന്നു. എവിടെ കിട്ടാൻ? ചോദ്യം ചെയ്തത് എന്റെ ഊപ്പാട് വന്നില്ലേ? അവനെങ്ങാനും എന്റെ കൈ കിട്ടിയ നീ അങ്ങ് മൂക്കി കേറ്റും. ഒന്ന് പോടാ. ആ പിന്നെ, ഞാനൊരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നീ അത് ഇതുവരെ ചെവിക്കൊണ്ടോ? ഓ, പിന്നെ വരുന്നു തെല്ലാതെ വേഷമായിട്ട്. ഇന്ന് ഏത് കോവിലകത്തെ കൊച്ചമ്പലയുടെ കാര്യ പറയാൻ പോകുന്നത്? കോവിലകത്തെ തമ്പരാട്ടിമാരി എന്ന് നിനക്ക് പിടിക്കത്തില്ലല്ലോ. ദല്ലാളന്മാരുടെ മുഖം കാണുന്നത് നിനക്ക് ചതുർത്തി കാണുന്നത് പോലെയാ. അതുകൊണ്ട് പത്രത്തിലെ വിവാഹ പരസ്യം നോക്കി ഞാനൊരു കൂട്ടർക്ക് കത്തിട്ടു. നിന്റെ നാളുമായിട്ട് നല്ല പൊരുത്തുള്ള നാളാ പെൺകുട്ടിയുടെ. വൃശ്ചികത്തിലെ മകം. ഹലോ, ചെക്കിംഗ് ചെക്കിംഗ്. സഹൃദയരെ, ചാത്രാടൻ തിയേറ്റേഴ്സിന്റെ 49ാമത് കലോപഹാരം ഉറങ്ങുന്ന കടുവ. നാടകരചന ചാത്രാടൻ, ഗാനങ്ങൾ ചാത്രാടനാശാൻ, സംഗീതം മിസ്റ്റർ ചാത്രാടൻ, രംഗപടം ചാത്തു, നാടക സംവിധാനം നാടക തിലകം ചാത്രാടൻ. ആദ്യത്തെ ബെല്ല് കേൾക്കുമ്പോൾ എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ബെല്ല് കേൾക്കുമ്പോൾ രാവിലെ തുടങ്ങിയോ? വെറുതെ അയൽവക്കക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കുന്ന എന്തിനാ? അവര് പറയട്ടടി, എനിക്ക് പുല്ല, വെറും തൃണമുൽ. ഏടി അന്തസ്സായിട്ട് 10-25 കൊല്ലം സ്റ്റേജിൽ വരച്ചിട്ടുള്ളവനാണ് ഞാൻ, ഈ ചാത്തനാടൻ. ഇപ്പൊ പണ്ടത്തെ പോലെ വയ്യ, അതുകൊണ്ട് അഭയം നിർത്തി. പല്ല് കൊഴിഞ്ഞെന്ന് കരുതി കടുവ പൂച്ചയാവോടി. വീട്ടിലിരുന്നിങ്ങനെ നാടകം വിളിച്ചു പോയി അച്ഛന് വട്ടാണെന്ന് ആൾക്കാർ ധരിക്കും. അവർ ചുമ്മാ ധരിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. മോളെ, വേലക്കാരനായും പട്ടാളക്കാരനായും പോലീസുകാരനായും അഡ്വക്കേറ്റായും ഈ ചാത്രാടം വിലച്ചു പോലെ ആര് വിലച്ചിട്ടുണ്ടീ? അതിന്റെ ഓർമ്മകൾ അച്ഛനായി വറക്കാട് പോലെ. അരക്ക് വിട്ടാലും അച്ഛൻ അഭിനയിക്കാതിരിക്കാൻ കഴിയില്ല മോളെ, കഴിയില്ല. ചെക്കിങ് ചെക്കിങ്. ചെക്ക് ചെയ്യണ്ട, ആ മൈക്ക് കേടാ. വിശാശപുരി ഉണ്ടായിരുന്നു. കാശുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്തും നടക്കൂ. നാണമില്ലല്ലോടാ, അധ്വാനിച്ച് 10 കാശുണ്ടാക്കി അച്ഛനെ തരേണ്ട മകൻ. നീ നിന്റെ ചേട്ടനെ കണ്ടുപഠിക്കാം. എന്റെ കൊച്ചി രാപകളില്ലാതെ അധ്വാനിക്കുന്നത് കൊണ്ടാ ഈ കുടുംബത്തിലെ ചെലവുകൾ കഴിച്ചു പോകുന്നത്. മോനെ ദിവാകരാ, ദിവാകരാ. ഡ്യൂട്ടിക്ക് പോയച്ചാ. റോസ്പൊലിപ്പ് സ്റ്റോക്കുണ്ട്. നിറോസിൻ അതുണ്ട്. സോർബിട്രേറ്റ് ഉണ്ട്. ബാക്ടീം ഡിയസ് അതുണ്ട്. എറിത്രോസിൻ അതുണ്ട്. ആംപിലോൺ ആ, ന്യൂറോട്രിക് ഇതൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിൽ എല്ലാം ഈ 2 എണ്ണം വീതം എടുത്തോളൂ. എന്താ ഇല്ലേ? ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഒരു ദിവസം സാറിനെ പോലെ 10-15 പേരെ ഇവിടെ കയറി ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് സ്ഥിരം കമ്പനികളുണ്ട്, അവരുടെ മരുന്നേ ഞങ്ങൾ എടുക്കും. അപ്പൊ മറ്റുള്ളവരെ ഒഴിവാക്കാനാണല്ലേ ഈ മരുന്നൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്? അതെ, സാറിന് മെഡിക്കൽ റിപ്പല്ലേ? എന്താ സർട്ടിഫിക്കറ്റ് കാണിക്കണോ? വേണ്ട, കുറെ മരുന്നുകൾ ഇവിടെ ഒന്ന് ആവശ്യപ്പെട്ടേ ഞങ്ങളെ പരീക്ഷിക്കാനുള്ള അടവല്ലേ. എന്നാര് പറഞ്ഞു? കമ്പനിയിൽ നിന്ന് അയച്ച സാമ്പിൾസ് തീർന്നു. അതെന്റെ സ്വന്തം ചെലവിൽ വാങ്ങിച്ച് ഞാൻ ഡോക്ടേഴ്സിന് കൊണ്ടുപോയി കൊടുക്കാം. അത്രമാത്രം സിൻസിയർ ആണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നുണ്ടല്ലോ, മെഡിക്കൽ കൗൺസിലിൽ കംപ്ലൈന്റ് ചെയ്ത് നിങ്ങളെ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തോളാം ഞാൻ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? ജോസഫ്. അതുകൊണ്ട് രണ്ട് പ്രതിപിടിയിൽ ബാങ്ക് കവർച്ച 2 ഇച്ചായ എന്നാ ചായ. അവിടെ വെച്ചോ. ഇച്ചായ എന്നെ അരിച്ചു പെറുക്കുന്നേ? പരീക്ഷ ഫലമോ അതോ ലോട്ടറി നമ്പരോ? ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആഭരണ കേസിലെ പ്രതിനെ പൊക്കിയോ നോക്കിയതാ. പൊക്കിയോ? പൊക്കും. അതിനെ എസ് വേറെ 2 ജന്മം ജനിക്കണം. അയാൾ വലിയ കേമനാന്ന് നിശ്ചയം തന്നെ പറഞ്ഞത്. അതിനേക്കാൾ 2 ഇരട്ടി കഴിവുള്ളവനായിരിക്കും അത് മുക്കിയത്. അങ്ങനെ ആണുങ്ങള് ഇവിടെ ഒരുത്തനുണ്ട്, കാണാന്ന് പറഞ്ഞ് നടക്കുന്നു. എടാ, പെങ്ങൾക്ക് ടൈപ്പിന്റെ വീസ കൊടുക്കേണ്ട നാളെയാ. അതിനുള്ള വഴിയല്ല നീ കണ്ടുവച്ചിട്ടുണ്ടോ? അമ്മച്ചി, ഒരു കാര്യം മനസ്സിലാക്കണം. കാശും ആഭരണങ്ങളും അടിച്ചു മാറ്റുന്ന കള്ളന്മാർ ഈ നാട്ടിൽ പലരുണ്ട്. പക്ഷെ പലചരക്ക് സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ, അതാണ് ഞാൻ. എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. നിനക്കിപ്പോ ഫീസ് കൊടുക്കണം, അത്രല്ലേ വേണ്ട?
2 കുട്ടിക്കുറ പൗഡറും 250 പരിപ്പുണ്ട്, കൊണ്ടുപോയി കൊടുക്ക്. ഇതെവിടെ കൊണ്ട് കൊടുക്കാനാ? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് കൊടുക്ക്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ, മുട്ട കൊടുത്ത് കപ്പ വാങ്ങും, കപ്പ കൊടുത്ത് കാള വാങ്ങും, കാള കൊടുത്ത് കയറ് വാങ്ങും. പഴയ ബാർബർ സിസ്റ്റം. ബാർബർ അല്ല, ബാർട്ടർ സിസ്റ്റം. അതെ, ഓരോരോ മാറ്റങ്ങളേ. എടാ, ആ ദിവാകരൻ നിന്റെ കൂട്ടുകാരനല്ലേ? അവനാണെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്. 10 300 നിനക്ക് അവനോട് ചോദിച്ചൂടെ? അമ്മ, അവന്റെ പാടം അവനറിയാം. പെങ്ങളെ കെട്ടിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അവൻ ഓടിയോണ്ട് നടക്കാം. അതെന്താ അവനാ പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നേ? എന്റെ അമ്മയെ ഞാൻ കുത്തുവോ? ദിവാകരൻ ചേട്ടനും ഇച്ചാനും 8 വരെ ഒന്നിച്ച് പഠിച്ചതല്ലേ? തുടർന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇച്ചാനും ദിവാകരൻ ചേട്ടനെ പോലെ മാന്യമായ ഒരു ജോലി കിട്ടുമായിരുന്നില്ലേ? എങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. എടി മോളെ, ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. എനിക്ക് വേണ്ടത്ര വിവരമായി അമ്മേ. അവന് വരില്ലാത്തണ്ട് അവൻ പഠിച്ചു. ഞാനും അവനൊക്കെ ചെയ്യണ ജോലിയൊക്കെ ഒന്ന് തന്നെയാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നാട്ടുകാർക്ക് ഒട്ടും മനസ്സിലാവില്ല. മോനെ, മോർണിംഗ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ട എല്ലാവർക്കും ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയെ കണ്ട മട്ട. എനിക്ക് ആരുടെയും ഊഴം തെറ്റിക്കണ്ടേ? എല്ലാരും കണ്ടതിന് ശേഷം കണ്ടാ മതി. അല്ല, സാറിനെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. യുവർ ഗുഡ് നെയിം പ്ലീസ്? തോമസ് കോരള. ഓ, XML. താൻ നല്ല പരിചയം. സാറിന്റെ പ്രസംഗങ്ങൾ ഞാൻ ധാരാളം എന്റെ സാറുമാരെ അല്പം രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആ നേഴ്സന്മാരെല്ലാം കൂടെ കൈയുടെ അറ്റം കുത്തിക്കീറി കളഞ്ഞു. എന്തൊരു വേദന, സഹിക്കാൻ വയ്യേ. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ പോവാ. സാറിന് രക്തം പരിശോധിക്കണം? അല്ല, എനിക്ക് മൂത്ര പരിശോധിക്കേണ്ടത്. സാറിന് അസുഖം? ഓ, അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. പിന്നെ പേരിന് എന്തെങ്കിലും അസുഖം ഇല്ലെങ്കിൽ മനുഷ്യനാവും. അപ്പൊ അതാണ് അസുഖം. പിന്നെ ഒരു പൊളിറ്റീഷ്യന് അത്യാവശ്യം വേണ്ട BP, കൊളസ്ട്രോള്, പ്രമേഹം, അങ്ങനെ തുടങ്ങി പല. ഈ പ്രമേഹത്തിന് ഉലുവ ഉത്തമ ഔഷധമാണെന്ന് നമ്മുടെ ഒരു നേതാവ് ഉദ്ഘോഷിക്കുന്നതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം? അച്ചടക്ക ലംഘനമാകുമോ എന്ന് പേടിച്ച് നിയമസഭയിൽ ഞങ്ങൾ അത് ഖണ്ഡിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ എല്ലാ ഔഷധങ്ങളല്ലേ. മൂത്രത്തിൽ വരെ അത് കണ്ടെത്തിയില്ലേ മറ്റൊരു നേതാവ്? പിന്നെ കറക്റ്റ്. മൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു പ്രധാന സംഗതി ഓർമ്മ വന്നത്. എന്താ സാറിന് മൂത്രശങ്ക തോന്നുന്നു? അതല്ല, അതൊരു 23 മണിക്കൂറെങ്കിലും പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റും. ഇതല്ല. ഇപ്പോ കേരളത്തിലെ 90% ആൾക്കാരുടെ മൂത്രത്തിലും പഞ്ചസാര ഉണ്ടല്ലോ. ഇത് പഞ്ചസാരയായിട്ടും മൂത്രം മിനറൽ വാട്ടർ ആയിട്ടും വേർതിരിക്കുന്ന ഒരു വൻ വ്യവസായ സംരംഭത്തിന് രൂപം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ പാർട്ടി. അത് നല്ലതാ. കാരണം തന്നെ നിയമസഭയിൽ അതിന് പ്രഖ്യാപനം ഉണ്ടാവും. വെരി ഗുഡ്. വേണമെങ്കിൽ മൂത്രത്തിലെ കല്ലുകൊണ്ട് തന്നെ ഈ ഫാക്ടറിക്ക് തറക്കല്ലിടുകയും ചെയ്യാം. കറക്റ്റ്. നാളെ രാജധാനിയിൽ ഞങ്ങളുടെ നേതാവെത്തും. അപ്പോൾ ഈ പ്രോജക്ട് നമ്മൾ അവതരിപ്പിക്കും. 24. അപ്പോ പിന്നെ കാണാം. നാളെ വലിയ നേതാവ് വരുന്നുണ്ട്. അപ്പൊ ഇതിനേക്കാളും വലിയ കോള് തടയാതിരിക്കില്ല. നമ്മുടെ നേതാവെത്തി. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററെ കണ്ട റബ്ബറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. മിനിസ്റ്ററിനെ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇതല്ലേ നേതാവിന്റെ വണ്ടി? അതെ. തുറക്ക്. ഈ പെട്ടി അകത്തോട്ട് വെക്കണം. ഇത് വെക്കുന്നില്ലേ? ഇത് നേതാവ് കയ്യിൽ തന്നെ വെച്ചോളാന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഖദർ തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാതെ നമുക്ക് വിശ്രമമില്ല. ആ പെട്ടിയൊക്കെ എടുത്ത് വെച്ചോളൂ. വെച്ചു സാർ. ആ പൗഡർ എന്തേ? താൻ്റെ ബ്രീഫ് കേസ് അങ്ങോട്ട് വന്നു. താനൊന്ന് പോയി നോക്കിയേ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിന്ന് പറ. എന്താ? അകത്തേക്ക് ചെല്ലു, എല്ലാ മകളും ആവും. വഴി തരൂ കുഞ്ഞേ, വഴി തരൂ. അതെ, ഈ തിരുമല പള്ളിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. Is Commissioner here? ഹലോ,
ഉണ്ട് സാർ കൊടുക്ക സാർ എനിക്കറിയില്ല സാർ, ഞാൻ എടുത്തിട്ടില്ല. സത്യം വേണം പറയണം സത്യം സാറേ എനിക്കറിയില്ല സാർ. CI അദ്ദേഹം വിളിക്കുന്നു സാർ സാർ അന്വേഷിക്കാം സാർ മുഴുവൻ പോർട്ടർമാരെ പൊക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാർ സാർ സംഗതിയുടെ ഗൗരവം അറിയാം സാർ സാർ യെസ് സാർ എന്താണ് സാർ കുന്തം വളരെ വില പിടിച്ച കുന്താണോ സാർ മ്യൂസിയത്തിലോ അതോ കൊട്ടാരത്തിലെയോ